നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വലിയ എന്തൊക്കെ ആവാനുള്ള ശ്രമത്തിലാണ്. നീ ജനിച്ചത് എങ്ങനെയാടാ? തുണിയും കോണകമൊന്നും ഇല്ലാണ്ടല്ല നീ നിൻ്റെ അമ്മയുടെ വയറ്റിന്ന് വന്നേ. നീ ഇപ്പം ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണം അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാ. നീ ജനിച്ച പാടാണോടാ നീ ഇരിക്കണ? ഇപ്പോൾ എൻ്റെ 67ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരടാ തെണ്ടി ഡോക്ടറെ. നീ ആരാണ്? നിന്നെ ഡോക്ടറാ? എന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ. വയസ്സാം കാലം നിന്റെ തള്ളയുണ്ടോ? നിനക്ക് ഒരെണ്ണം അവിടെ? നിന്റെ തള്ളക്കുള്ളതിന് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ. നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അമ്മേരെ, മനസ്സിലായ? എന്നിട്ട് നീ എൻ്റെ അടുക്ക് വാ, സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത്. എന്നിട്ട് നീ ഇതിനകത്ത് എഴുതിയേക്കണ നീ പിന്നെയും കമൻറ്റിൽ ഏതോ ഒരുത്തൻ വന്ന് മെഴുകുന്നുണ്ടെന്നാ. നീ അന്വേഷിച്ച് പിടിക്കടാനെ. എടാ നീ എന്തെന്നാ വിചാരിച്ചേ? ഡോക്ടറാ? നിന്നെ ഡോക്ടറിനല്ല വിളിക്കണ്ടേ, തെണ്ടി ബിബിനെ, മനസ്സിലായ? നീ ഡോക്ടറാ. നിന്നെ ഒരുത്തൻ വന്ന് മെഴുകണ. നീ എന്തെന്നാ വിചാരിച്ച ഞാൻ മാത്രമേ ഉള്ളെന്നാ? എൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടടാ. നീ ഇങ്ങോട്ട് വാ, നിൻ്റെ കൂടെയുള്ളവരെ നീ വിളിച്ചോ കേട്ടാ. ഇനി നീ ഇതിൻ്റെ താഴെ കൊണ്ട് കമൻസ് ഇട്ടിട്ടാ നായേ. നീ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എന്ത് തെണ്ടിത്തരം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാ? നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എത്തൂട്ടാ, നിൻ്റെ ഹോസ്പിറ്റലിൽ എവിടെയാന്ന് വെച്ചാൽ കാണിച്ചു തരണ നിനക്ക്. നിന്നെ തിരുവനന്തപുരത്ത് ഞാൻ കൊണ്ടുവരുന്ന കാണാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മാന്യമായിട്ട് എഴുതും.